ചേട്ടാ അതിന്റെ ഇടയ്ക്ക് അവർ ഡയറക്റ്റ് ചെയ്തില്ലേ? ഞാനൊരു മൂവി ഞാൻ ഈ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റുമായിട്ടൊക്കെ നടന്ന കാലത്ത് അത് സംഭവിച്ചത് യാദൃശ്ചികമായിട്ടാണ്. കാരണം ഞാനൊരു പടത്തിൽ അഭിനയിക്കാൻ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുന്ന നല്ലൊരു ക്യാരക്ടർ, ഹീറോയുടെ അച്ഛനായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നു. ഞാൻ അതിൻ്റെ അഡ്വാൻസ് വാങ്ങിക്കുന്നു. ഈ അഡ്വാൻസ് തരാൻ ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ ചേർത്തല വഴി വന്നപ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ തണ്ണീർമുഖത്തുള്ള ഒരു റിസോർട്ടിൽ ഇരുന്നിട്ട് ഞാനും ജിനോയ് ജോസ് എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ ഒരു സമാന്തര സിനിമ എനിക്ക് പറ്റിയൊരു സ്ഥലമാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളൊരു ചെറിയ സിനിമ, ഒരു 3 ക്യാരക്ടേഴ്സ് മാത്രമുള്ള ഒരു ബെഡ് റിഡനായ ഒരു അമ്മയെ നോക്കുന്ന ഒരു മകൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന, വളരെ വൈകി വിവാഹം കഴിക്കുന്ന, എൻ്റെ ജീവിതവുമായിട്ട് കുറച്ച് റിലേഷനൊക്കെയുള്ള അമ്മയും മകനും മാത്രമേ ഉള്ളൂ, ഒരു തുരുത്തിലൊരു വീട് മാത്രം, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ വിഷയങ്ങളായിരുന്നു ആ സബ്ജക്റ്റ്. ഞങ്ങളത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്. ഇവർ വന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്ക് അഡ്വാൻസ് തന്നു. എന്നോട് ചെയ്തെന്താ സംഭവം? ഇങ്ങനെ ഞങ്ങൾ ഐലൻഡ് എന്നാണ് ആ പടത്തിന് ഞങ്ങൾ പേരിട്ട്, ഞങ്ങൾ അതിൻ്റെ ചെറിയ വർക്ക്, ചെറിയൊരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചു. അവർ വൈകിട്ട് വരെ നമ്മളോട് കൂടി, രാത്രിയിൽ അവർ പിരിയുന്നു. ഷൂട്ടിംഗ് ഡേറ്റൊക്കെ എന്നെ വിളിച്ചറിയിക്കുന്നു, അളവും കൊണ്ടുപോകുന്നു ഡ്രസ്സിൻ്റെ. ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു വിളി ചേട്ടാ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ എന്താ ചോദിച്ചോ? അല്ല, കൺട്രോളർ ബെൻസി അടൂരാണ് വിളിക്കുന്നത്, ചെറിയൊരു മാറ്റമുണ്ട് ആ പടത്തിന്. ഞാൻ എന്താ പ്രശ്നം ഞങ്ങൾ അങ്ങോട്ട് വരാം. നേരെ ഇവർ ഓട്ടുമ്പോൾ ഞങ്ങൾ പഴയ സ്ഥലത്ത് ഞാനും ചുനോയും ഉണ്ട്. ഇവരവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ആ ഡയറക്ടറെ ഒന്ന് മാറ്റുകയാണ്. സംഭവം എന്താ വെച്ചാൽ അദ്ദേഹം ഈ പ്രൊഡ്യൂസർ ദുബായിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദുബായിലുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞ കഥയിൽ ഈ പ്രൊഡ്യൂസറുടെ മോന് ഹീറോ ആയിട്ട് പ്രോമിനൻ്റ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആ കഥയിലുണ്ട്. അപ്പോൾ അങ്ങനെ അവർ എന്നോട് ചേർന്ന് ആ പടം ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഇവിടെ വരുന്നു, സ്ക്രിപ്റ്റ് എഴുതുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളായി. ഇവർ തമ്മിലൊരു വഴക്കായി. എവിടെ വഴക്കാണോ ചേർച്ചയില്ലായ്മയാണോ, ചുരുക്കം പറഞ്ഞാൽ ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. എന്നോട് വന്നിട്ട് ചേട്ടാ അപ്പോൾ അവർ മധുബാലേട്ടനെ കണ്ടു. മധുബാലേട്ടൻ പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ഏറ്റെടുക്കത്തില്ല. വേറെ ആരോ ഒരു ഡയറക്ടറെ കൂടെ പോയി കണ്ടിട്ട് അവരെന്നോട് ചോദിച്ചു ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് തരാമോ, നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ പ്രോജക്റ്റിന് അന്നേരത്തെ അവസ്ഥയിൽ പ്രൊഡ്യൂസറും ഇല്ല. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അത് ഇന്ന് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കമ്മിറ്റ് ചെയ്ത വർക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ അവർ വെച്ചു, ഈ പടത്തിൽ ജയചന്ദ്രൻ അഭിനയിക്കരുത്, ചെയ്യരുത്. ആ അഡ്വാൻസിന്റെ കൂടെ കുറച്ചുകൂടെ എമൗണ്ട്, അതിൻ്റെ ഒരു 3 ഇരട്ടി കൂടെ തന്നിട്ട് ഇത് ഡയറക്റ്റ് ചെയ്ത് തരണം. പക്ഷെ ഈ പടത്തിൽ ഒരു വേഷം, ഒരു ഗ്ലിംസ് പോലും ഉണ്ടാവാൻ പാടില്ല. അത് അവരുടെ ഒരു കണ്ടീഷനായിരുന്നു. ജയചന്ദ്രൻ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി. രാഷ്ട്രീയം പണ്ടേ ഉള്ളതാണ്. ഇഷ്ടാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് ചുമന്ന നിറമൊക്കെ ഉള്ള രാഷ്ട്രീയമായിരുന്നു ഞാൻ അനുവർത്തിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയം. കോളേജ് ടൈമിലൊക്കെ അത് ജനങ്ങളോടുള്ള സേവയാണ് ഏറ്റവും. ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഇപ്പൊ അഭിനയിക്കുന്നത് കൊണ്ട് ജീവിക്കുന്നു, അല്ലാതെ ഇന്ന് വരെ രാഷ്ട്രീയത്തിൽ ഞാൻ ഈ നാട് മുഴുവൻ ഓടി നടക്കുന്നതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കഴിച്ച് പെട്രോൾ മേടിച്ച് ഞാൻ ഓടി നടന്ന് എൻ്റെ പ്രവർത്തനം നടത്തുന്നു. ജനസേവനമാണോ? അല്ല, അതുകൊണ്ടിട്ടല്ല, നമ്മളെ കൊണ്ട് ഇതിന്റെ ബേസിക് സംഭവം. ജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു ജീവജാലത്തിന് ഒരു ഉപകാരം ഉണ്ടാവുമെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ എൻ്റെ നാട്ടിൻപുറത്ത് നിൽക്കുമ്പോൾ നമുക്കൊരാളുടെ ഒരു വഴിത്തർക്കമുണ്ടായി. ഒരു 2 അതിർത്തി തർക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് ഇടപെടുകയാണ്. നമ്മൾ ഒരു സുമതിയും ഒരു മിനിയും തമ്മിൽ വഴക്കുണ്ടായെന്ന് വെച്ചു. നമ്മളവിടെ ചെല്ലുകയാണ്. നമ്മളവിടെ ചെന്നിട്ട് സുമതി ചേച്ചി ഒരു 2 ഇഞ്ച് സ്ഥലം വിട്ടു കൊടുത്ത് അവരുടെ വീട്ടിലോട്ട് ഒരു വണ്ടി പോകത്തില്ലേ? അവരുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടിയിൽ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്തെന്നൊരു ഫീല് കിട്ടില്ലേ? നിങ്ങൾക്ക് ഒരു 2 ഇഞ്ച് പുറകോട്ട് മാറ്റി വേലി കെട്ടിക്കൂടെ? അവരോട് നമ്മൾ 2 ഇഞ്ച് ചോദിക്കുമ്പം ഉറപ്പായിട്ടും നമ്മൾ ഒരു പൊതുപ്രവർത്തകനാണ്, നമ്മൾ മാന്യമായിട്ട് ജനസേവനത്തിൽ നിൽക്കുന്ന ഒരാളാണ് തോന്നൽ ആ സുമതി ചേച്ചിക്ക് ഉണ്ടെങ്കിൽ ആ സുമതി ചേച്ചി 1 ഇഞ്ചെങ്കിലും പുറകോട്ട് വേലി മാറ്റി കിട്ടും. അവിടെയാണ് നമ്മുടെ വില. അതാണ് അവിടുന്ന് തുടങ്ങുന്നതാണ് ഈ പ്രവർത്തനം. കാരണം മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ പ്രവർത്തനത്തെയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമാകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതാണ് ജനസേവനം. ശരിക്കും ഈ ഒരു വാക്കുകളുണ്ടല്ലോ ജയിഞ്ചേട്ടാ, അത് ശരിക്കും ജയിഞ്ചേട്ടൻ്റെ ഉള്ളിലേക്ക് ഇൻസ്പയർ ചെയ്തത് ഒരു ലീഡർ കാരണമാണോ അതോ സെൽഫായിട്ട് തോന്നിയ കാര്യമാണോ? അല്ല, അതിന് ഒരുപാട് അതിന് ആധാരമായിട്ടുണ്ട്. അത് ഒരാളാണോ 2 ആളാണോ എന്നെനിക്ക് എടുത്തു പറയാൻ പറ്റില്ല. പക്ഷെ കുറേ ഇൻസിഡൻസ് ആണ് അതിന് കാരണമായിട്ടുള്ളത്. പലപ്പോഴും ഞാൻ പത്രം വായിക്കുന്ന ഒരു ശീലം പണ്ട് തൊട്ടേ ഉണ്ട്. അത് ഈ അധ്യാപകരുടെ മകനായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ പേപ്പർ വായിക്കുമ്പം നടക്കുന്ന സംഭവങ്ങളിൽ ചില തെറ്റുകൾ കാണുമ്പം,
തെറ്റൊന്നും ഞാനിപ്പോൾ ചാനലിന് മുമ്പ് ചൂണ്ടിക്കാണിക്കുന്നില്ല. പക്ഷേ ചില തെറ്റുകൾ പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകൾ കാണുമ്പോൾ എന്നെ അത് വല്ലാണ്ട് അലോസരപ്പെടുത്താറുണ്ട്. എന്നെ വല്ലാണ്ട് ഞാൻ എടുത്തിട്ട് വൃത്തികെട്ടോ എന്ന് ഞാൻ തന്നെ സ്വയം ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയുടെയോ അല്ലെ എൻ്റെ അമ്മയുടെയോ എൻ്റെ വീട്ടുകാരുടെ മുമ്പ് വെച്ചാൽ, പക്ഷേ എന്നെ ഇത് വല്ലാണ്ട് ഉപദ്രവിക്കാറുണ്ട്. എൻ്റെ രാത്രിത്തെ ഉറക്കം കെടുത്താറുണ്ട്. അവിടെ നിന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഞാൻ ഒരു പൊതുരംഗത്തോട് താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. അല്ലെ ആർക്കെന്ത് പറ്റിയാലും എനിക്കെന്താ, ഞാൻ അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തിറങ്ങാൻ യോഗ്യനല്ല. എന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന ചെറിയ സാധനങ്ങൾ, ഇപ്പം ഇറാനുമേൽ യുദ്ധം വന്നു കഴിഞ്ഞപ്പം ആ നടക്കുന്ന സംഭവത്തിൽ കുറേ പേര് മരിച്ചു വീഴുമ്പോൾ, അല്ലെങ്കിൽ അതിലൊന്നും ഭാഗമാകാതെ നിൽക്കുന്ന UAE-യിലും കുവൈറ്റിലുമൊക്കെ അവിടെ പാം ബീച്ചിൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾ താമസിക്കുന്ന ഭാഗത്ത് ഒരു ഇതിൻ്റെ സ്നൈപ്പറിൻ്റെ എഡ്ജോ അല്ലെ ഒരു ഇന്നിപ്പം ഒരു വാർ പ്ലെയിൻ ഷൂട്ട് ചെയ്ത് താഴെയിട്ടുണ്ട്, അതൊക്കെ വന്ന് വീഴുമ്പോൾ എന്നെ അത് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞോണം എന്നിൽ ഒരു പൊതുപ്രവർത്തകൻ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് അത് വല്ലാണ്ട് അങ്ങ് ആളിക്കത്തി അങ്ങ് വലുതാവും. നമുക്കതിന് പ്രതികരിക്കാനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഭീകരമായിട്ട് പ്രതികരിക്കും. ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് പ്രസംഗിക്കും. കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞ അബദ്ധമായി പോയോ എന്നൊക്കെ ചിന്തിക്കാം ചിലപ്പം. അങ്ങനത്തെ അബദ്ധവും ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. കാരണം മൈക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ ഒരു വാക്കുകൾ പറയുമ്പോൾ? അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതാ ഞാൻ പറഞ്ഞു, അത് വരുന്നിടത്ത് വെച്ച് കാണും. നമ്മൾ പറയാനുള്ളത് ഇപ്പോൾ ഈ പറയുന്ന പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് അറിയാമല്ലോ. ഞാൻ റിട്ടേൺ സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയ വികാരം ആ ചോദ്യത്തിന് ആനി ബായിയോടുള്ള ഏറ്റവും ബഹുമാനത്തിൽ അതിനെ സത്യസന്ധമായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പറയുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഈ സെക്കൻഡ് വരെയുള്ളൂ.